വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ കുറച്ച് സ്വീറ്റിൻ്റെ ക്രേവിങ്സ് ഒക്കെ വന്നതുകൊണ്ട് ഒരു 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 സ്വീറ്റായിട്ടുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ നെക്സ്റ്റ് ആലോചിച്ചത് എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നായിരുന്നു. സോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടപ്പോൾ ഞാൻ ഈയിടയ്ക്ക് ഒരു റെസിപ്പി കണ്ടിരുന്നു, ഷഹദൂദ് മലായി. സോ ഹൈദരാബാദി ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഷഹദൂദ് മലായി. അതിനാവശ്യമുള്ളത് മെയിൻ സാധനം മൾബറിയാണ്. ആ മെയിൻ സാധനം വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. സോ ഞാൻ മൾബറി പ്ലക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ അതിനുശേഷം വളരെ കുറച്ച് ഐറ്റംസ് മതി നമുക്ക്. ഞാനത് പിന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടാണ് എടുത്തത്. കുറച്ച് മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് മെയിൻലി ഉള്ളത്. ഞാനത് ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. സോ ഞാനത് പറഞ്ഞുതരാം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ 6 സാധനങ്ങൾ കൂടാതെ നമുക്കൊരു മെയിൻ ഐറ്റം വേണം. ദാറ്റ്സ് മലായി. മലായി പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ മിൽക്ക് ബോയിൽ ചെയ്ത് ഇത്രയും തിക്കാവുമ്പോൾ നമുക്ക് മലായി കിട്ടും. അങ്ങനെയാണ് മലായി പ്രിപ്പയർ ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. നമ്മൾ ആദ്യം ഫ്രഷ് ക്രീം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോവയാണ്. ആക്ച്വലി കോവ നമുക്ക് മിൽക്ക് വെച്ചിട്ട് തന്നെ ബോയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതൊരു സാധനമാണ്. പക്ഷേ ഇത് നല്ല ടൈം കൺസ്യൂം ചെയ്യാനുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് ഞാനത് ഇൻസ്റ്റമാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തെടുത്താണ് ചെയ്തത്. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മലായി നമ്മൾ ആഡ് ചെയ്യും. എഗെയിൻ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ്. സോ മിൽക്ക് മെയ്ഡ് നമുക്കറിയാമല്ലോ, നമ്മൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. സോ ഞാനിവിടെ ഒരു 3-4 സ്പൂൺസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇതും ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഐസിങ് ഷുഗറാണ്. സോ ഐസിങ് ഷുഗർ ഇല്ലെങ്കിലും നോർമൽ ഷുഗർ ആഡ് ചെയ്യാം. എനിക്ക് ബേക്കിംഗ് ഞാൻ ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഐസിങ് ഷുഗർ. സോ അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നതാണ്. അല്ലാത്ത ഷുഗർ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഷുഗറൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കും കറക്റ്റ്ലി എനിക്ക് ബാക്കി ഉണ്ടായിരുന്ന ഐസിങ് ഷുഗർ ഞാൻ ആഡ് ചെയ്തു. അതൊരു മേ ബി 2 സ്പൂൺസ് ഒക്കെ ഉണ്ടാവുള്ളായിരിക്കും, അത്ര ആഡ് ചെയ്തുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം മൾബറിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്, അത്യാവശ്യം ഉണ്ടായിരുന്നത് ഞാൻ പ്ലക്ക് ചെയ്തെടുത്തു. അതാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ സാധനം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഫ്രിജറേറ്ററിൽ വയ്ക്കുക. അതായത് കുറച്ച് നന്നായിട്ടൊന്ന് തണുത്തിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിങ്ങനെയും ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തത് അത്യാവശ്യം ഒരു തണുപ്പൊക്കെ വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചുകൂടി കോവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കോവ ആഡ് ചെയ്യാം, മലായി ആഡ് ചെയ്യാം, നട്ട്സ് ആഡ് ചെയ്യാം. പക്ഷെ നട്ട്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല. മലായി ആണെങ്കിൽ ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കിയത്. സോ എനിക്ക് മലായി ആഡ് ചെയ്യാൻ പറ്റിയില്ല. കോവയാണ് ഞാനതിന് പോലെ ആഡ് ചെയ്തത്. സോ അതും കൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, തണുപ്പിക്കാം, കഴിച്ചു നോക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.